പ്രിയപ്പെട്ടവരെ, മാർച്ച് 31 വരികയാണ്. ധാരാളം ആൾക്കാർ റിട്ടയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് DCRG, കമ്മ്യൂട്ടേഷൻ, സറണ്ടർ ഓഫ് വേൾഡ് ലീവ്, PF, ഗ്രൂപ്പ് ഇൻഷുറൻസ്, FBS, SLI, LIC, ഇങ്ങനെ നിങ്ങൾക്ക് വിവിധ തരത്തിൽ പൈസ കിട്ടാനുണ്ട്. പെൻഷൻ സാങ്ഷൻ ആക്കണം, കമ്മ്യൂട്ടേഷൻ, ഇതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇല്ലാത്തവരായാലും പിന്നാലെ നടന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയാക്കണം. പിന്നെ ഈ പൈസ നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ അതിനെ ഡെപ്പോസിറ്റ് ചെയ്യണം. പല പല ആൾക്കാരും നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്ത് പല സ്കീമുകളുമായിട്ട് സമീപിക്കും. നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആൾക്കാർ, വലിയ പൈസക്കാരൊക്കെ ആയിരിക്കും. ഇന്ന് വലിയ പൈസക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുള്ളത്. വലിയ പൈസക്കാരാണ് പൈസക്കാരെ പണക്കാരെ പിച്ചക്കാരെ എല്ലാവരും ഉള്ളത്. പല സ്കീമുകളായിട്ട് വരും. അങ്ങനെ നമ്മൾ അതിലൊക്കെ നിക്ഷേപിച്ച് കഴിയുമ്പോൾ സുരക്ഷിതമല്ലാത്ത ഇപ്പോൾ പലിശ കണ്ട് ഒരുപാട് പലിശ കിട്ടും, 3%, 4% കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് പൈസ കിട്ടാണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് പൈസ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ഇന്ന് പേപ്പറിലും യൂട്യൂബിലും കാളിൽ ആൾക്കാർ കരഞ്ഞുകൊണ്ട് വലിയ വലിയ ഉന്നത നിലയിലുള്ള ആൾക്കാരടക്കം ചീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് റിട്ടയർ ചെയ്യുന്ന ആദ്യത്തെ കൊല്ലം ഇപ്പോൾ സ്റ്റേറ്റ് സർവീസിലാണെങ്കിൽ 56 വയസ്സാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ സ്കീമുണ്ട്, 8.2% പലിശ കിട്ടുന്ന സ്കീമുണ്ട്. അതിൽ 30 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം 5 കൊല്ലത്തിൽ. പിന്നെയും കുറച്ചുകൂടി നീട്ടാം, അതിൽ 30 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, KSF ഡെപ്പോസിറ്റ് ചെയ്യാം. അതിലൊക്കെ കുറച്ച് പലിശ കൂടുതലുള്ള സ്കീമുകളുണ്ട്. പക്ഷെ നമ്മൾ സുരക്ഷിതമായിരിക്കണം. നമ്മൾ ഒന്നുകൂടെ പല ഭാഗത്ത് ചർച്ച ചെയ്തിട്ട് വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ആരുടെയും സ്കീമുകളിൽ പോയി പെട്ട് പിന്നെ അവർക്ക് വലിയ ശതമാനം കമ്മീഷൻ എടുത്ത് പോകുന്ന തരത്തിലും നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്കിനി നമ്മുടെ ഭൂമിയിലുള്ള കേരളത്തിൽ ആയുർദൈർഘ്യം പറഞ്ഞാൽ 75 വയസ്സാണ്. കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ ഭൂമിയിലുള്ളത്. അതിന് നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് നമുക്കിവിടെ നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നടപ്പിലാക്കണം. അതായത് കൂട്ടുപലിശ, അതിനെക്കുറിച്ച് പഠിക്കണം. ഓരോ മാസം നമുക്ക് കിട്ടുന്ന പലിശ വീണ്ടും അത് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിലുള്ള ചെലവുള്ള പൈസ എടുത്തിട്ട് പിന്നെ അതിന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഒരിക്കലും ഡെഡ് മണി ആയിട്ട് അവിടെ ആ പലിശ ഡെഡായിട്ട് കിടക്കരുത്. കൂട്ടുപലിശ അതിനെക്കുറിച്ച് പഠിക്കാം. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്, അതിന് നമുക്ക് എവിടെയും ട്യൂഷൻ പോയാലും വിരോധമില്ല. ഓരോ മാസവും ആ പലിശ എടുത്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അത് പുനർനിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം. പൈസ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നാൽ വളരെ ഏറ്റവും. അതേപോലെ തന്നെ അനാവശ്യമായി പൈസ ചെലവുകളൊക്കെ ഒഴിവാക്കണം. ഒരുപാട് വലിയ യാത്രകളൊക്കെ പോവുക, പിന്നെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഫർണിച്ചർ വാങ്ങിച്ചു കൂട്ടുക, വീട് മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വലിയ കാറ് വാങ്ങിച്ചു കൂട്ടുക, വീട് പുനർനവീകരിക്കുക. കാരണം നമുക്ക് ഈ പൈസ ഇനി വേറെ കിട്ടാൻ വരാനൊന്നുമില്ല. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. പിന്നെ വേറൊന്ന്, ഈ റിട്ടയർ ചെയ്ത സമയത്ത് വലിയ ടെൻഷനിലായിരിക്കും. ഒരു 10-21 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പുതിയ ഒരാളായി മാറിയിട്ടുണ്ട്. നമ്മുടെ കോശങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ടാവും. ഓരോ സെക്കൻഡിലും കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒരു 10-21 ദിവസം നമുക്ക് നല്ല ടെൻഷനായിരിക്കും. അപ്പോൾ അതിന് മറികടക്കാൻ നമ്മൾ നല്ല അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ആരാധനാലയങ്ങളിൽ പോവുക, സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, പുതിയ പുതിയ കോഴ്സുകളിലൊക്കെ ചേരുക, പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ചേരാം, എന്തെങ്കിലുമൊക്കെ ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. എപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ബന്ധു നമ്മളെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യമാണ്. അല്ലാതെ അമ്മാവനോ അമ്മായിയോ മക്കളോ പേരക്കുട്ടികളോ ഒന്നുമല്ല. നമ്മൾ ആരോഗ്യം പരിപൂർണമായി സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കുക. നടക്കാൻ പോവാം,
പിന്നെ അതേപോലത്തെ പ്രാണായാമം ചെയ്യണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, സുദർശന ക്രിയ ചെയ്യണം, അങ്ങനെ വീട്ടിൽ പൂജകളൊക്കെ ചെയ്യണം, സത്സംഗ് നടത്തണം, ഭജന പാടണം. ഇല്ല, നമ്മൾ മനസ്സിനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തണം. കുറെ ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മതാചാരപ്രകാരമുള്ള കുറെ ശ്ലോകങ്ങളോ നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങൾ ഗ്രന്ഥങ്ങളിലുള്ള പഠിക്കുക. കാരണം നമ്മൾ ഓർമ്മശക്തി ഇതിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പലർക്കും അൽഷിമേഴ്സ് വരുന്നുണ്ട്. അത് നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മളെ ഓർമ്മശക്തി നിലനിർത്തുന്നതിന് വേണ്ടി പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക, കുറെ ശ്ലോകങ്ങൾ പഠിക്കുക, കുറെ ലാംഗ്വേജുകൾ പഠിക്കുക. അങ്ങനെ കുറെ നമ്മൾ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. നിങ്ങളുടെ ഉള്ള അറിവ് ലോകത്തിന് പകർന്നു കൊടുക്കുക. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മൾ അറിവ് ഇങ്ങനെ നിലനിൽക്കും, എന്നും ഉണ്ടാവും. നിങ്ങൾ ആർജിച്ച അറിവ് ഷെയർ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ, പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, അതിൻ്റെ ഗ്രൂപ്പുകളിൽ ചേരാം. അപ്പോൾ ഒന്നിനെ കുറിച്ചും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വീട്ടിൽ വഴക്കും അതേപോലുള്ള കാര്യങ്ങളൊക്കെ, വാദപ്രതിവാദം, അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിലും നാട്ടിലും ഈ സമയത്താണ് അതിർത്തി തർക്കമൊക്കെ പൊങ്ങി വരിക. സ്വത്ത് തർക്കം, അതിർത്തി തർക്കം, പിന്നെ അങ്ങനത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഒരിക്കലും നമ്മൾ പട്ടിയുടെ പൂച്ചയുടെ പിന്നാലെ നടക്കരുത്. മറ്റേ അതൊക്കെ നമ്മൾ മറ്റേ വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ജന്മങ്ങളിൽ നമുക്കത് നമ്മളെ ബാധിക്കും. കാരണം ഗീതി പറയുന്നുണ്ട്, എം ഭാവി സ്മരം ഭാവം തെജത്തിന്റെ കളയപരം തം തമേവ ഇത് കൗന്ദേയ സദാ തദ്ഭാവഭാവിത. നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, അടുത്ത ജന്മം അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ജനിക്കുക. വളരെ ശ്രദ്ധ വേണം. വളരെ സന്തോഷത്തോടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഒന്നിനെ കുറിച്ചും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വറീഡ് ആവേണ്ട ആവശ്യമില്ല. എല്ലാം ഈശ്വര നിശ്ചയം അനുസരിച്ച്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശാർജുന തിഷ്ഠതി ബ്രാഹ്മണൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. എല്ലാം ഈശ്വര നിശ്ചയം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പം നമ്മൾ ഒന്നിനെ കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ കർമ്മങ്ങളും ഈശ്വരാർപ്പിതമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.